എന്താണ് ഒരു അടുത്തൊരു ഘട്ടം എന്താണ്? No official comments so far. It is too early to say anything. ഒരു തിരിച്ചടി എന്ന രീതിയിൽ കാണാൻ കഴിയുമോ ഇതിന്? No official comments from my end. ബലാത്സംഗ കേസിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരു വാദത്തിലേക്കൊന്നും കാര്യങ്ങൾ കടന്നില്ല. കാലതാമസം ഉൾപ്പെടെയുള്ള ഈ പരാതി മുന്നിൽ വരാനുണ്ടായ കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ പിന്നീട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വളരെ വിശദമായി ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല, ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ കാലയളവ് വരെ അറസ്റ്റ് തടയുന്ന സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നു. ഈ ഉത്തരവിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അച്യുതൻ? നിലവില് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതാണ്. ആ കാലയളവ് വരെ സിദ്ദീഖിന്റെ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇതിൽ ഈ കാലതാമസം, അതായത് പരാതിക്കാരി 8 വർഷം എന്തുകൊണ്ട് ഈ പരാതി നൽകുവാൻ വേണ്ടി എടുത്തു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയിൽ ഈ കാലതാമസം സിദ്ദീഖിന് അനുകൂലമായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ആ കാലതാമസം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയതും. അതനുസരിച്ചുകൊണ്ടൊരു ആശ്വാസകരമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് സിദ്ദീഖിന് അനുകൂലമായി ഉണ്ടായതും. കാരണം ഈ കേസ് പരിഗണിക്കുന്ന, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സിദ്ദീഖിന്റെ അഭിഭാഷകൻ അത് ചൂണ്ടിക്കാട്ടി. 2024 പരാതി നൽകിയത്. ഈ കാലയളവ്, ഈ 8 വർഷം എന്തിനെടുത്തു എന്നുള്ള കാര്യങ്ങൾ, അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയും അത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയോട് ചോദിച്ചത്. ഈ 8 വർഷം എന്തുകൊണ്ടാണ് പരാതി നൽകാനായി വൈകിയത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. അപ്പോൾ മാത്രമല്ല, അതേ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ് ഉണ്ടായത്. സിദ്ദീഖ് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രധാന നടനാണ്. ഫേസ്ബുക്ക് വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടി. പക്ഷേ സുപ്രീം കോടതി അപ്പോഴും ഉയർത്തിയത് ഈ കാലതാമസം, പരാതി നൽകാൻ സ്വീകരിച്ച കാലതാമസം, അത് എന്തുകൊണ്ടാണ് അത്തരമൊരു. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.